ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം. വൈകിട്ടത്തെ ചായക്കടിയാക്കിയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അതിനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചിക്കൻ ഇവിടെ വേവിച്ച് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സവോള അരിഞ്ഞത് വേണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയോടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നോട്ടെ. ഒന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കനോട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം ഒന്ന് മാറിക്കിട്ടണം. ഇനി 2 സവോള ചേർത്തായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നന്നായി വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് സവോള ചേർത്താൽ മതിയാകും. ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് വേണം. എരിവിനാവശ്യമായ കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതോടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മയോണൈസാണ്. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം മയോണൈസ് ചേർക്കാൻ. കൂടുതൽ മയോണൈസ് വേണ്ടവർ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫില്ലിങ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് കൊണ്ട് നമുക്ക് ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചുമിട്ട് നമുക്ക് നന്നായി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം ഇവിടെ ടോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മയോണൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ബ്രെഡിലേക്ക് മയോണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ചേർത്ത് കൊടുക്കാം. അതും കൂടി തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരും വരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.